പ്രിയങ്കയുടെ വരവിൽ വയനാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കി വരാം. बहुत खुश हूँ मैं. I'm very happy to be able to represent Wayanad, and all I'll say is that I won't let them feel his absence. ഹൈക്കമാൻഡിന്റെ ഏറ്റവും നല്ല തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ആര് വന്നാലും കണക്കാ. പ്രിയങ്ക ഗാന്ധി വന്നാൽ ഇപ്പോൾ ജയിക്കും, പക്ഷെ ഭൂരിപക്ഷം ഒന്നും കൂടില്ല. പ്രിയങ്ക ഗാന്ധിന്റെ സ്ഥാനാർത്ഥം വയനാട് പാർലമെന്റ് മണ്ഡലത്തിന് മാത്രമല്ല കേരള സംസ്ഥാനത്തൊട്ടാകെ വളരെ ആവേശത്തിലാക്കിയിരിക്കുന്ന ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത്. വയനാട്ടുകാർ ഒരുപാട് സന്തോഷത്തിലാണ്. ഇതിൽ കൂടുതൽ ഇനി സന്തോഷം, ഞാനൊക്കെ തന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ആഘോഷം നിൽക്കുമ്പോൾ നമുക്ക് കിട്ടിയ പെരുന്നാൾ സന്തോഷമാണ് ഇന്നലെ. വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്യും. എന്തായാലും ഒരു 3 ലക്ഷത്തിന്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടാവുന്നതാണ് അഭിപ്രായം. ഇനി 6 മാസം കഴിഞ്ഞ ഇലക്ഷന് വേണ്ടി പോകണം, ഭൂരിപക്ഷം കുറയുള്ളൂ. രാഹുൽ ഗാന്ധി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ നല്ല വിജയപ്പെടുത്തവിടെ വളരെ സ്ഥലത്തേക്ക് യു പിയിലേക്ക് തിരിച്ചു പോയതുകൊണ്ട് താമസം ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൂരിപക്ഷം അത്രയുടെ ചാൻസ് ഇല്ല. എന്തായാലും ജയിക്കും. 2.5 ലീഡ് ഉണ്ടാവും എന്തായാലും. ഇത്രയും വലിയ നേതാക്കൾക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വയനാട്ടുകാരെ സംബന്ധിച്ച് വലിയ അഭിമാനമുള്ള കാര്യമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വിട്ടുപോയി എന്നുള്ള പ്രശ്നമൊന്നും ആർക്കും ഉണ്ടാവില്ല, പ്രിയങ്ക ഗാന്ധി ആയതുകൊണ്ട്. വയനാട്ടുകാരെ ശരിക്കും രാഹുൽ ഗാന്ധി ചതിക്കല്ലേ ഇത്. രാഹുൽ ഗാന്ധി ഇവിടെ രാജിവെക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇലക്ഷൻ എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് വീണ്ടും വലിയൊരു ചെലവിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ്. രാഹുൽ ഗാന്ധി ആദ്യം തന്നെ അവിടെ മത്സരിച്ചാൽ മതിയായിരുന്നു, പ്രിയങ്ക ഇവിടെ മത്സരിച്ചാൽ മതിയായിരുന്നു. വെറുതെ വീണ്ടും ഒരു ഇലക്ഷൻ ചെലവ്. ഭൂരിപക്ഷം കൂടുമായിരിക്കും. അവർക്ക് വമ്പിച്ച വിജയമല്ലേ, കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ അഭിപ്രായം. എന്തെങ്കിലും കുറച്ച് വോട്ട് കുറയാനാ സാധ്യതയെന്ന് എൻ്റെ ഒരു റീഡിങ്. ഗാന്ധി കുടുംബത്തിൽ നിന്ന് അടുത്തൊരു പെൺകരുത്തിനെ കിട്ടി. രാഹുൽ ഗാന്ധി എങ്ങനെ പ്രവർത്തിച്ചോ അതിൻ്റെ ഒരു പിടി മേലെ പ്രിയങ്ക ഗാന്ധിക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ. ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ആര് വന്നാലും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 4 ലക്ഷത്തിന് പുറത്തായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയങ്ക ഗാന്ധി കന്നി അംഗത്തിൽ വയനാട്ടിലെത്തുമ്പോൾ സമ്മിശ്ര പ്രതികരണമാണ്. ചിലവ് ഇരട്ടിയാവില്ലേ, എന്തിനായിരുന്നു രാഹുൽ 2 മത്സരിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അതേസമയം തന്നെ ഭൂരിപക്ഷം 4 ലക്ഷത്തിന് മുകളിലേക്ക് പോകുമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നത് കേട്ടു.